ഹലോ, ആഗമെജു ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ആ ഒരു പാഠത്തിൻ്റെ ഒരു സമ്മറിയുമായിട്ടാണ്. കാരണം നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയൊക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ചെറിയ സമ്മറിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അധികം പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല, നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്കറിയാവുന്നതുപോലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന കഥ എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അത് എഴുതിയിരിക്കുന്ന ആളെക്കുറിച്ച് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. പ്രൊഫൈൽ റൈറ്റിംഗ് ഒക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുപോലെ ഈ കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ദ ബോയ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ആ ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് പേരുകളൊന്നും കൊടുത്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ക്രിട്ടിക്സൊക്കെ പറയുന്നത് ദ ബോയ് എന്ന് പറയുന്ന ആ കഥാപാത്രം ആക്ച്വലി നമ്മളുടെ റസ്കിൻ ബോണ്ട് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ദ ബോയ് എന്ന് പറയുന്ന കഥാപാത്രം ഡെറാഡൂണിലുള്ള തൻ്റെ മുത്തച്ഛൻ്റെ ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ത്യയിലുള്ള ആ മുത്തച്ഛൻ്റെ വീടും ആ സ്ഥലവുമൊക്കെ മുത്തച്ഛൻ്റെ അധീനതയിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു തോട്ടത്തിലായിട്ട് വലിയൊരു ആൽമരം നിൽക്കുന്നുണ്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വീട്ടിലെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്ലേസ് എന്ന് പറയുന്നത് ആ ഒരു ആൽമരമാണ്. അപ്പം നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഏകദേശം ഒരു 65ഓളം വയസ്സ് പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ കയറാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ കുട്ടി പറയുന്നുണ്ട് ആ ആൽമരം എൻ്റേതാണ് എന്ന് കുട്ടി പറയുന്നുണ്ട്. ഗ്രാൻഡ് ഫാദറിന് പ്രായമായതുകൊണ്ടും മരത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ടൊക്കെ ഗ്രാൻഡ് മദർ അത് പറഞ്ഞിട്ട് ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ട്. അങ്ങനെ കുട്ടി ആ വീട്ടിൽ പോകുന്നു. കുട്ടിക്ക് അവിടെ പ്രത്യേകിച്ച് കൂട്ടുകാരൊന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു ദിവസം ആൽമരത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ വെച്ച് ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞിനെ കാണുകയും ആ അണ്ണാൻ കുഞ്ഞുമായിട്ട് ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയ ഭക്ഷണമൊക്കെ കൊടുത്ത് ആ ഒരു അണ്ണാൻ കുഞ്ഞിനെ ഇവൻ്റെ കൂട്ടുകാരനായിട്ട് മാറ്റുന്നുണ്ട്. നല്ലൊരു കൂട്ടുകാരനായിട്ട് ആ അണ്ണാൻ കുഞ്ഞ് പിന്നീട് മാറുന്നുമുണ്ട്. സ്പ്രിംഗ് സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ വസന്തകാലമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽമരത്തിൻ്റെ മുകളിൽ റെഡ് ഫിഗുകൾ, അതായത് ചുവന്ന അത്തിപ്പഴങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ധാരാളം പക്ഷികൾ ആ ഒരു ആൽമരത്തിൻ്റെ മുകളിൽ വരാറുണ്ട്. അപ്പോൾ ധാരാളം പക്ഷികൾ എന്ന് പറയുമ്പോൾ പല കൈൻഡ് ഓഫ് എന്താ പറയുക ബേർഡ്സാണ് അങ്ങോട്ട് വരുന്നത്. അപ്പം ആ കുട്ടി മെൻഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രദേശത്ത് തന്നെ ഏറ്റവും കൂടുതൽ നോയ്സ് ഉള്ള അല്ലെങ്കിൽ ഒച്ചപ്പാടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ പറയുന്ന ആൽമരമാണ്. കാരണം അതൊരു സ്പ്രിംഗ് സീസണിൽ ഭയങ്കര ഒച്ചപ്പാടായിരിക്കും, ധാരാളം പക്ഷികളൊക്കെ വരുന്നതുകൊണ്ട്. അങ്ങനെ കുട്ടി എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ആ ഒരു ആൽമരം ആയതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാനും വായിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്ലാറ്റ്ഫോമൊക്കെ അവൻ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ കുട്ടി ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം പുസ്തകങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ആൽമരത്തിൻ്റെ മുകളിൽ വന്നിരിക്കും, പുസ്തകങ്ങളൊക്കെ വായിക്കും. ചില സമയങ്ങളിൽ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇതായിരുന്നു കുട്ടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങളാണ് ആ കുട്ടി അവിടെ ഇരുന്ന് വായിച്ചത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസ്, അതുപോലെ തന്നെ എഡ്ഗാർ റൈസ് ബറോസിൻ്റെയും ലൂയിസ മേ ആൽക്കോട്ടിൻ്റെയും ഒക്കെ നോവലുകളുമൊക്കെയാണ് കുട്ടി ആ ഒരു മരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വായിച്ചിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ, ആ ഒരു പുസ്തകത്തിൻ്റെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷനിൽ ചിലപ്പോൾ നിങ്ങളോട് ആ ഒരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആ ആൽമരത്തിൻ്റെ മുകളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കുട്ടി എല്ലാ ദിവസവും ഒരേ കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് കണ്ട് അവന് ബോറടിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ദിവസം, അപ്പോൾ അവിടെ ഇങ്ങനെ സമ്മർ സീസണൊക്കെ, ആ വേനൽക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചൂടാണ്. ഉച്ച കഴിഞ്ഞിട്ട് കുട്ടി എന്ത് ചെയ്തു, പതിവ് പോലെ തന്നെ ആൽമരത്തിൻ്റെ മുകളിൽ വന്നു. അങ്ങനെ വന്നിരുന്ന സമയത്ത് അവിടെ വളരെ ഭയാനകമായിട്ടുള്ളൊരു കാഴ്ച അവൻ കണ്ടു. ആ ഭയാനകമായ കാഴ്ച എന്തായിരുന്നു? ദ ഫൈറ്റ് ബിറ്റ്വീൻ എ കോബ്ര ആൻഡ് മംഗൂസ്. ഒരു മൂർഖൻ പാമ്പും കീരിയും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു കുട്ടി അവിടെ കണ്ടത്. അപ്പോൾ കുട്ടി ആ ഒരു മരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് ആ യുദ്ധം കാണുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ബ്ലാക്ക് കോബ്ര അവൻ എവിടുന്നാണ് വന്നത്? കാക്ടസ് ക്ലംബ്, അതായത് അവിടെ ഉണ്ടായിരുന്ന കള്ളിമുൾ ചെടികൾക്കിടയിൽ നിന്നും അത് ആ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് ആ തണൽ തേടി വന്നതായിരുന്നു. അതേ സമയത്ത് തന്നെ ആ ഒരു കീരിയും കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെടികൾക്കിടയിൽ നിന്ന് ആ ഒരു മരത്തിൻ്റെ തണലിലേക്ക് വന്നു. അങ്ങനെ രണ്ടുപേരും ഫേസ് ടു ഫേസ് വന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, കീരിയും പാമ്പും നേരെ നേരെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ഒരു യുദ്ധം ഉണ്ടാവും അല്ലേ? അപ്പോൾ അവർ തമ്മിൽ നേർക്കുനേരെ വന്നു. ഇനി ഒരു യുദ്ധമാണ് അവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ ആ യുദ്ധം കാണാൻ വേണ്ടിയിട്ട് കുട്ടി മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, മറ്റ് 2 കാഴ്ചക്കാർ, 2 സ്പെക്ടേറ്റേഴ്സ് കൂടി ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അത്? മൈനയും ഒരു ജംഗിൾ ക്രോയും. ഒരു മൈന ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു കാട്ടുകാക്കയുമായിരുന്നു ആ ഒരു യുദ്ധം കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പോർഷൻ പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു യുദ്ധത്തിനെ കുറിച്ചുള്ള നരേഷൻ, ഈ ഒരു ഫൈറ്റിനെ കുറിച്ചുള്ള നരേഷൻ എഴുതാനുള്ള ചോദ്യം ചിലപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ചോദിച്ചേക്കാം. പിന്നീട് അവിടെ പറയുന്നത് ആ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചാണ്. നമ്മളുടെ കോബ്ര എന്ത് ചെയ്തു? ഒരു ഡിഫെൻസീവായിട്ട് ആ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് മൂപ്പരെങ്ങനെ നിൽക്കുകയാണ്. ഏകദേശം 6 അടിയോളം നീളമുണ്ട് ആ ഒരു പാമ്പിന്. അതിൽ 3 അടിയോളം, തൻ്റെ ശരീരത്തിൻ്റെ 3 അടിയോളം ഇങ്ങനെ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന്, ആ ഒരു നിലത്ത് നിന്ന് ഇങ്ങനെ പൊക്കി തൻ്റെ ആ ഒരു പത്തിയൊക്കെ വിടർത്തി ഇങ്ങനെ യുദ്ധത്തിന് തയ്യാറായിട്ട് പാമ്പ് റെഡിയായി അങ്ങനെ നിന്നു. അപ്പോൾ നമ്മളുടെ കീരി എന്ത് ചെയ്തു? തൻ്റെ ആ ഒരു വാലൊക്കെ ഇങ്ങനെ ചുരുട്ടി ആ തൻ്റെ ശരീരത്തിലുള്ള ആ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ കീരിയും റെഡിയായി. അങ്ങനെ അവർ തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവാണ്. കോബ്രയാണെങ്കിൽ ഒരു ഡിഫെൻസീവ് മോഡിലാണ്, അതായത് ആ അറ്റാക്കൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കോബ്ര നിൽക്കുന്നത്. മംഗൂസ് ആണെങ്കിലോ എങ്ങനെയെങ്കിലും ആ പാമ്പിനെ കൊല്ലണം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു യുദ്ധം അവിടെ തുടങ്ങി. 2 പേരും ചാമ്പ്യൻസ് ആണ്. അങ്ങനെ 2 ചാമ്പ്യൻസ് തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു അവിടെ നടന്നത്. അപ്പം നമ്മളുടെ മൈനയും കാക്കയും സത്യം പറഞ്ഞാൽ അവിടെ ആ യുദ്ധം കാണാൻ വേണ്ടി മാത്രമല്ല വന്നത്, ആ ഒരു ഫൈറ്റ് കാണാൻ വേണ്ടി മാത്രമായിരുന്നില്ല. പകരം ആ ഒരു ഫൈറ്റിനിടയിൽ ഈ മൈനയ്ക്കും കാക്കയ്ക്കും ആ ഒരു ഫൈറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ഒരു പാമ്പിനെ കൊത്തിയെടുത്തുകൊണ്ട് പോകാൻ അവർക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണമാണത്. അപ്പോൾ അതിനെ കൊത്തിയെടുത്തുകൊണ്ട് പോയി കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയിട്ട് അതിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ ആ പാമ്പിനെ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കാക്ക പറന്ന് ചെല്ലുന്ന സമയത്ത് പാമ്പിൻ്റെ കൊത്തേറ്റിട്ട് കാക്ക ചത്തുപോകുന്നുണ്ട്. അങ്ങനെ യുദ്ധം മുന്നോട്ട് പോകുന്നു. അങ്ങനെ യുദ്ധത്തിൽ അവസാനം നമ്മളുടെ കീരി തന്നെയാണ് വിജയിക്കുന്നത്. നമ്മളുടെ മംഗൂസ് എന്ത് ചെയ്യുന്നു? ആ ഒരു പാമ്പിനെ വളരെ ബ്രൂട്ടലായിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. അവസാനം ആ പാമ്പിനെ കഴുത്തൊക്കെ കടിച്ച് അതിനെ കൊന്നിട്ട് ആ ഒരു പാമ്പിൻ്റെ ബോഡി ആ ഒരു കാടിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മളുടെ മൈന എന്ത് ചെയ്തു? ആ ഒരു മംഗൂസിനൊരു കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് പറന്നു പോകുന്നുണ്ട്. നമ്മളുടെ കുട്ടി ഈ കാഴ്ചയൊക്കെ കണ്ട ശേഷം കുട്ടി നേരെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് പോയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നു. സംഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനൊക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഗ്രാൻഡ് ഫാദർ ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന നമ്മളുടെ കീരിയെ അവിടെ ഒരു പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. പക്ഷേ അതിനെ കെട്ടിയിട്ട് വളർത്തണ്ട എന്നാണ് ഗ്രാൻഡ് ഫാദർ തീരുമാനിച്ചത്. അതിൻ്റെ കാരണം എന്താണ്? കാരണം കെട്ടിയിട്ട് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കീരിയുടെ നാച്ചുറലായിട്ടുള്ള പാമ്പിനെ പിടിക്കാനുള്ള കഴിവ് ചിലപ്പം നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് തന്നെ കെട്ടിയിട്ട് വളർത്തുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നീട് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ബസാറിൽ മാർക്കറ്റിൽ പോയ സമയത്ത് ഗ്രാൻഡ് ഫാദർ ഒരു ചെറിയ വെളുത്ത നിറത്തിലുള്ള എലിയെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെളുത്ത എലിയെ നമ്മളുടെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ആൽമരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഈ വെളുത്ത എലിയും അവിടെ ഉണ്ടായിരുന്ന അണ്ണാനും തമ്മിൽ നല്ല കൂട്ടുകാരായിട്ട് മാറുകയാണ്. ഒരു ദിവസം നമ്മളുടെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു നിറ്റിങ്, ഒരു നീഡിൽ കാണാതാവുകയാണ്. അപ്പോൾ ഒരു വെള്ളി കൊണ്ട് തീർത്തിട്ടുള്ള ഒരു നീഡിലാണ് കാണാതാവുന്നത്. അപ്പോൾ ആ ഒരു നീഡിൽ അന്വേഷിച്ച് എല്ലാവരും ആ വീടൊക്കെ ഇങ്ങനെ അന്വേഷിച്ചിറങ്ങുകയാണ് കേട്ടോ. ഗ്രാൻഡ് ഫാദറും കുട്ടിയും ഗ്രാൻഡ് മദറും എല്ലാവരും ചേർന്നിട്ട് ആ വീട്ടിലൊക്കെ ആ ഒരു നിറ്റിങ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നും കണ്ടു കിട്ടുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം നമ്മളുടെ കുട്ടി ആൽമരത്തിലേക്ക് പോയ സമയത്ത് അവിടെയുള്ള ആ ആൽമരത്തിലുള്ള ആ ഒരു ചെറിയൊരു പൊത്തിൽ നിന്ന്, ഒരു ഹോളിൽ നിന്ന് എന്തോ തിളങ്ങുന്നതായിട്ട് കുട്ടി കണ്ടു. അപ്പോൾ അത് എന്താ തിളങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടി അവിടേക്ക് ചെന്ന് നോക്കി. ആ ഒരു പൊത്തിൽ നിറയെ നീഡിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു പൊത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബ്ലാങ്കറ്റിൻ്റെ ഒരു കഷ്ണം കൂടിയിട്ട് കണ്ടു. അപ്പോൾ ആ ബ്ലാങ്കറ്റിൻ്റെ കഷ്ണത്തിൻ്റെ ഉള്ളിലായിട്ടോ വെളുത്ത നിറത്തിലുള്ള അണ്ണാൻ കുട്ടികളെ കുട്ടി കണ്ടു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ബോയ് എന്ത് ചെയ്തു? വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചത് കാണിച്ചു കൊടുത്തു. ഗ്രാൻഡ് ഫാദറിനെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ഗ്രാൻഡ് ഫാദറിനും വല്ലാത്തൊരു അത്ഭുതമായി. കാരണം നമ്മളൊക്കെ കണ്ടിട്ടുള്ള അണ്ണാൻ കുട്ടികൾ എന്ന് പറയുന്നത് ആ ഒരു ഗ്രേ നിറത്തിലുള്ള കുറച്ച് വരകളൊക്കെയുള്ള അണ്ണാനെ ആണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്, അല്ലേ? അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. അങ്ങനെ കുട്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു. അതായത് തൻ്റെ കയ്യിലുള്ള ആ ഒരു എലിയെ ഇടയ്ക്കിടയ്ക്ക്, ആ വെളുത്ത എലിയെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ആൽമരത്തിലേക്ക് കൊണ്ടുവരാറുള്ള കാര്യമൊക്കെ കുട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതായത് ഈ എലിയും അതുപോലെ തന്നെ അണ്ണാനും ഒക്കെ ഒരേ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾ ഉണ്ടാവാനുള്ള ഇതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് കാര്യം മനസ്സിലായി. അതായത് ഈ ഒരു എലീൻ്റെയും അതുപോലെ തന്നെ അണ്ണാൻ്റെയും വെളുത്ത നിറത്തിലുള്ള കുട്ടികളാണ് അവിടെ കാണുന്നത് എന്ന് ആ കുട്ടിക്ക് സംഭവം മനസ്സിലായി.
ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച് കാണാറുള്ള പ്രധാന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ആ ഒരു ഫൈറ്റ് നടക്കുന്ന ആ ഒരു സീക്വൻസിൻ്റെ ഒരു നരേഷൻ എഴുതാനുള്ള ചോദ്യമാണ് സാധാരണ ചോദിച്ച് കാണാറുള്ളത്. അതുപോലെ തന്നെ റസ്കിൻ ബോണ്ടിൻ്റെ പ്രൊഫൈല് തയ്യാറാക്കാനുള്ള ചോദ്യങ്ങളും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നീട് ഗ്രാൻഡ് ഫാദറിൻ്റെ അല്ലെങ്കിൽ ബോയിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഈ ഒരു 3 ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച് കാണാറുള്ളത്. മേ ബി ഒരു കോൺവെർസേഷനോ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ പാർട്ടിൽ ഒരു കോൺവെർസേഷനോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതിനുള്ള ഒരു ചാൻസും ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ട്. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന റസ്കിൻ ബോണ്ടിൻ്റെ ഈ ഒരു കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്ക് കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.